കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ പെർഫെക്റ്റ് ആയിട്ടും ലെയറോട് കൂടിയുള്ള പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നല്ല രീതിക്ക് ഒരു 10-15 മിനിറ്റോളം നമുക്ക് കുഴച്ചെടുക്കാം. സോഫ്റ്റാക്കി കുഴച്ചെടുത്ത മാവ് നമ്മൾ 2 മണിക്കൂറോളം ഓയിൽ തടവിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 2 മണിക്കൂറിന് ശേഷം ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വീണ്ടും അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മളിത് കൈകൊണ്ട് ആദ്യം ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വീശിയെടുക്കണം. വീശാൻ അറിയാത്തവർ കൈകൊണ്ട് തന്നെ പരത്തി നൈസാക്കി എടുക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി റോളർ ഉപയോഗിക്കാം. അപ്പോൾ ഇത് പരമാവധി ഇതേപോലെ വീശിയെടുത്ത് തിന്നാക്കി എടുത്ത ശേഷം നമുക്കിത് പകുതിയായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്ത ശേഷം വീണ്ടും നമുക്കൊരു അരമണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പൊറോട്ട കല്ലിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റും പെർഫെക്റ്റും ആയിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. വീഡിയോ കണ്ട് നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.